കൊടൈക്കനാൽ കാടും മലനിരകളും വെള്ളച്ചാട്ടങ്ങളും തടാകവും എല്ലാം കൊണ്ട് വളരെയേറെ സമൃദ്ധമായ ഹിൽ സ്റ്റേഷന്റെ രാജ്ഞി എന്നുകൂടി അറിയപ്പെടുന്ന പ്രദേശം. മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട എറണാകുളത്തെ മഞ്ഞുമേൽ നിന്നും കൊടൈക്കനാലിലേക്ക് വിനോദയാത്രയ്ക്ക് എത്തിച്ചേർന്ന ചെറുപ്പക്കാർ തിരിച്ചു പോരും മുൻപ് പ്രശസ്തരായ ഗുണ ഗുഹ കൂടെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. വഴുവഴുപ്പുള്ള പാറകളിലും മരത്തിന്റെ വേരുകളുമൊക്കെ പിടിച്ച് അവർ അങ്ങനെ ഗുഹയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി കൂട്ടത്തിൽ ഒരാളുടെ കാൽ വഴുതി ഗുണ കേവിനുള്ളിലേക്ക് പതിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്നിരുന്ന നിമിഷങ്ങളായി. 1992 ഗുണ എന്ന് പറയുന്ന മൂവി ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുണ കേവ്. ഗുണ എന്ന സിനിമ മിക്കവർക്കും അറിയില്ലായിരിക്കും. പക്ഷേ കൺമണി അൻപോട് കാതലൻ എന്ന സോങ്ങിന്റെ വിഷ്വൽസ് അത് പൂർണ്ണമായും ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ഒരു ഗുഹയുടെ അകത്താണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെക്കുറെ 2230 മീറ്റർ ഉയരത്തിലായി വലിയ 3 പാറകൾക്ക് നടുവിലായിട്ട് താഴേക്ക് നീളുന്ന നിലയിലാണ് ഈ ഒരു ഗുണ കേവ് ഉള്ളത്. ഗുണ കേവ് പലപ്പോഴും മൂടൽ മഞ്ഞ് കൊണ്ട് തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടാവാറുള്ളത്. തൊട്ടു മുൻപിലുള്ള ആളെ പോലും കാണാൻ കഴിയാത്തത്ര നിലയിൽ. അങ്ങനെയുള്ള സമയത്താണ് സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ ഗുണ ഗുഹയുടെ ആഴങ്ങളിലേക്ക് പതിക്കുന്നത്. ഗുണ എന്ന സിനിമ ഇറങ്ങി ഗുണ കേവ് എന്ന പേരിൽ പ്രശസ്തമാവുന്നതിന് മുൻപേ തന്നെ ഈ ഗുഹയ്ക്ക് മറ്റൊരു പേരുണ്ട്, ഡെവിൾസ് കിച്ചൺ അഥവാ ചെകുത്താന്റെ അടുക്കള. 1821 BS വാർഡ് എന്ന യാത്രികൻ 3 വലിയ പാറകൾക്ക് നടുവിലായിട്ട് പൂർണ്ണമായിട്ടും ഇരുട്ടുമൂടിയ നിലയിൽ വലിയ ആഴങ്ങളിലേക്ക് നീണ്ടുപോകുന്ന അവസരത്തിൽ തോന്നിയ ഭീകരത കൊണ്ട് തന്നെ ആയിരിക്കാം അയാൾ അതിന് ഡെവിൾസ് കിച്ചൺ എന്ന പേര് വിളിച്ചത്. മാത്രവുമല്ല, പാണ്ഡവരുടെ വനവാസക്കാലത്ത് അവർ ഈ ഗുഹയുടെ ഉൾഭാഗത്ത് താമസിച്ചിരുന്നു എന്നും പാചകം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിന് ഇത്തരമൊരു പേര് വന്നിട്ടുണ്ടെന്നും ഒക്കെ പറയപ്പെടുന്നത്. ആ സമീപത്തുള്ള ആൾക്കാർക്ക് പറയാനുള്ളത് 50ഓളം ആൾക്കാർ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ ഒരു ഗുഹയുടെ അകത്തേക്ക് വീണ് മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ MP-യുടെ മകൻ ഈ ഗുഹയിൽ വീണു പോയിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിൽ 15 ലക്ഷം രൂപയാണ് അയാളെ പുറത്തെടുക്കുന്നവർക്ക് പാരിതോഷികമായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. എന്നിട്ട് കൂടെ ഈ ഒരു ഗുഹയുടെ അകത്തു നിന്നും അയാളുടെ മകനെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ പേടിപ്പെടുത്തുന്ന ഒരുപാടധികം കഥകളും വസ്തുതകളുമുള്ള ഗുണ ഗുഹയുടെ ആഴങ്ങളിലേക്കാണ് സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ കുടുങ്ങിക്കിടന്നത്. എന്തൊക്കെ തന്നെ ആയാലും ആ ചെറുപ്പക്കാരുടെ അഭ്യർത്ഥനയ്ക്കൊടുവിൽ പോലീസുകാരും ഫയർഫോഴ്സും സുഭാഷ് എന്ന കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി ഗുണ കേവിലേക്ക് എത്തിച്ചേരുകയാണ്. സുഭാഷ് മരണപ്പെട്ടിരിക്കാം, അതിനാൽ ഗുഹയുടെ അകത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് യാതൊരുവിധ കാര്യവും ഉണ്ടാവില്ല എന്ന നിലപാടിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. തങ്ങളുടെ സുഹൃത്തിനെ ആ ഗുഹയുടെ ഉൾഭാഗത്ത് അങ്ങനെ ഉപേക്ഷിച്ചു പോരാൻ ആ ചെറുപ്പക്കാർ തയ്യാറായിരുന്നില്ല. ആ ഒരു അവസരത്തിൽ കൂട്ടത്തിലുള്ള സിജു എന്ന വ്യക്തി മുന്നോട്ട് വരികയും ഫയർഫോഴ്സിന്റെ കയറും ബെൽറ്റുമൊക്കെ അരയിൽ മുറുക്കിയിട്ട് പതിയെ പതിയെ ഗുണ കേവിന്റെ ഇരുട്ടുമൂടിയ ആഴങ്ങളിലേക്ക് സുഭാഷ് എന്ന തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ സിജു എന്ന ആ ചെറുപ്പക്കാരൻ ഇറങ്ങി. ഏറെക്കുറെ 500 മീറ്ററോളം താഴ്ചയിലേക്ക് അയാൾ ഇറങ്ങി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സുഭാഷ് എന്ന ചെറുപ്പക്കാരനെ ജീവനോടെ തന്നെ പുറത്തെടുക്കാൻ സാധിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ആ ഗുഹയുടെ ഉള്ളിലേക്ക് വീണ ഒരു വ്യക്തി ജീവനോടെ തന്നെ തിരിച്ചു കയറുന്നത്. അതിന് കാരണമായത് സിജു എന്ന ചെറുപ്പക്കാരന്റെ ധൈര്യം മാത്രമായിരുന്നു. തങ്ങളുടെ ഒറ്റ സുഹൃത്തിനെ ജീവനോടെ കിട്ടിയ സന്തോഷത്തിൽ അവർ കൊടൈക്കനാലിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.